സെറ്റ് എന്താണെന്നും അതിനെ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാമെന്നും സെറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് അതിന്റെ സെക്കൻഡ് എക്സസൈസ്, നിങ്ങൾ ഫസ്റ്റ് എക്സസൈസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെക്കൻഡ് എക്സസൈസ് ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന സബ്ജക്റ്റുകള് ഫൈനൈറ്റ് സെറ്റുകള്, പിന്നെ ഇൻഫൈനൈറ്റ് സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ് ആൻഡ് എംപ്റ്റി സെറ്റ്സ്. അപ്പൊ ഇത്രയും ടൈപ്പ്, അതായത് 4 ടൈപ്പ് സെറ്റുകളെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിലായിട്ട് പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് ക്ലിയർ ആയവർക്ക് മാത്രമായിരിക്കാം ഈ ക്ലാസ്സിലോട്ട് ഇച്ചിരൂടെ മനസ്സിലാവുന്നത്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടു നോക്കുക, അതിനുശേഷം മാത്രം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും എക്സസൈസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവര് അതിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ സെറ്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ 4 ടൈപ്സ് ഓഫ് സെറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ക്ലാസ്സിൽ അറിയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 ടൈപ്പാണ്: ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, ഈക്വൽ ആൻഡ് എംപ്റ്റി സെറ്റ്. അതിൽ ആദ്യത്തേത് ഫൈനൈറ്റ് സെറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഫൈനൈറ്റ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് തന്നെ തുടങ്ങാം. ഫൈനൈറ്റ്, ആ വാക്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു നിശ്ചിതമായിട്ടുള്ളത്. അതായത് അതിനൊരു അന്ത്യമോ അല്ലെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടൊരു അന്ത്യം പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇതിൽ തുടങ്ങി അതിൽ അവസാനിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം മെയിൻ ആയിട്ടുള്ള സെറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. റിയൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, അങ്ങനെ കുറെ നമ്പേഴ്സിന്റെ കാര്യവും അല്ലെങ്കിൽ കുറെ സെറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ അവസാനം ഉണ്ടോ, അത് ഫൈനൈറ്റ് ആണോ? അതായത് നമുക്ക് ഒരിക്കലും അതിന്റെ അവസാനം കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പറ്റുന്ന സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിൽ വരുന്നതാണ് ഞാൻ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇത് ഫൈനൈറ്റ് സെറ്റ്. അപ്പൊ ഫൈനൈറ്റ് സെറ്റിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിനകത്ത് വരുന്നത്, ഇപ്പോ ഒരു വർഷത്തിന് എത്ര മാസം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. എന്താണ്? 12 മാസം ഉള്ളൂ. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിനകത്ത് എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ മന്ത്സ് ഓഫ് ആൻ ഇയർ. ഒരു വർഷത്തിലുള്ള എല്ലാ മാസങ്ങളും വരുന്ന സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം. എന്താ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ പോയി ഡിസംബർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിനൊരു സ്റ്റാർട്ടിങ്ങും ഉണ്ട്, ഇതിനൊരു എൻഡും ഉണ്ട്. അതേപോലെ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് എന്നൊരു സെറ്റ് പറയാണ്, ലെസ് ദാൻ 10. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതല്ലേ, 0, 2, 4, 6, 8 എഴുതി. ഇതും എന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പൊ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു സ്റ്റാർട്ടിങ്ങും കാണും, ഒരു എൻഡിങ്ങും കാണും. അതായത് കൃത്യം എണ്ണം എലമെന്റ്സ് നമ്മുടെ ഈ സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, സെറ്റിന്റെ ബ്രാക്കറ്റ് 2 സൈഡിലും ഇടാനായിട്ട്. അതേപോലെ ഇതിനകത്തുള്ള ഓരോ ആളുകളെയും നമ്മൾ എലമെന്റ്സ് അഥവാ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഫൈനൈറ്റ് സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻഫൈനൈറ്റ് സെറ്റ്. വളരെ എളുപ്പമാണ്. നിങ്ങളുടെ +1 ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സെറ്റാണ്. അപ്പൊ അടുത്തത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അന്ത്യവും ഇല്ല, അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന് അവസാനം ഇല്ലല്ലോ. പിന്നെ അതുപോലെ റിയൽ നമ്പേഴ്സ്, പിന്നെ എന്ത് പറയാം, ഇൻഡിജേഴ്സ്, അങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഓൾ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 10, ഓൾ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 100, അങ്ങനെയൊക്കെ അങ്ങ് ചുമ്മാ പോവുക. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. അതായത് സെറ്റ്, അപ്പൊ അതെങ്ങനെ എഴുതുന്നതെന്ന് കാണിക്കാം. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ്. അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ് ഓൾ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 10 എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഗ്രേറ്റർ ദാൻ 10 എന്നാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എവിടെ എഴുതിയാലും 10 എഴുതാൻ പാടില്ല. 10നേക്കാൾ കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 11 സ്റ്റാർട്ട് ചെയ്യും. 12, 13, 14, അങ്ങനെ പോകും. ഇതിനൊരു അവസാനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ലാസ്റ്റിൽ ഒരു 3 ഡോട്ട്
അതിൽ കൂടുതൽ വേണ്ട, 3 ഡോട്ട് എഴുതി നിർത്താം. എന്ന് വെച്ചാൽ ഇതിന് അങ്ങോട്ട് കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ അവസാനം അറിയത്തില്ല. അപ്പൊ ഇതാണൊരു ഇൻഫൈനൈറ്റ് സെറ്റിനുള്ള എക്സാമ്പിൾ. അപ്പൊ ഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണെന്നും പറഞ്ഞു. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ആദ്യവും കാണും അവസാനവും കാണും, അതിനിടയ്ക്കുള്ള എലമെന്റ്സിനൊരു സംഖ്യ അല്ലെങ്കിൽ നമുക്കൊരു എണ്ണം കാണും. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിന് എണ്ണം കാണത്തില്ല, അവസാനം കാണത്തില്ല. ആദ്യം കാണുമായിരിക്കാം, അവസാനം കാണത്തില്ല. ഈ ആദ്യം ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് ഇന്റീജേഴ്സിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ സമയത്ത് എന്തോ പറ്റും, 0, -1, -2 അങ്ങനെ പോകും. അവിടുന്ന് ഇങ്ങോട്ട് ചിലപ്പോൾ നമുക്ക് കാണത്തില്ല. ചിലപ്പോൾ അങ്ങോട്ടും എഴുതാൻ പറഞ്ഞ 1, 2, 3 കണ്ടോ. ഇതും ഒരു സെറ്റാണ്. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് എഴുതാൻ പറഞ്ഞ ഇങ്ങോട്ടും അന്ത്യം എന്താണ്, ഇതിന് ആദ്യവും ഇല്ല അന്ത്യവും ഇല്ല, സ്റ്റാർട്ടും ഇല്ല എൻഡും ഇല്ല. അങ്ങനെ വരുന്നതും എന്ത് തന്നെയാണ്, ഇൻഫൈനൈറ്റ് സെറ്റാണ്. അപ്പൊ 2 തരത്തിലുള്ള സെറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് ഏതിലോട്ട് പോകാം, മൂന്നാമത്തെ സെറ്റ് ആയിട്ടുള്ള ഈക്വൽ സെറ്റിലോട്ട് പോകാം. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, 2 സെറ്റും തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്. ഫോളോ എന്ന് പറയുന്ന വേർഡിന്റെ എല്ലാം ഒരു സെറ്റാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാം. FOLW ഇതാണല്ലോ ഫോളോ എന്ന് പറയുന്ന വേർഡിന്റെ ഓരോരോ ലെറ്റേഴ്സിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സെറ്റ്. ഇനി ഞാൻ അടുത്തൊരു വേർഡ് പറയാണ്, വൂൾഫ്. വൂൾഫ് എന്ന് പറയുന്ന ഒരു വേർഡിനെയും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ് കൊടുത്തു. WOLF. അപ്പൊ നിങ്ങൾക്ക് 2 സെറ്റ് കിട്ടിയല്ലോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റിയേക്കാം. നോക്കിയേ, ഇവിടെയും എഫ് ഉണ്ട്, ഇവിടെയും എഫ് ഉണ്ട്, O ഉണ്ട്, L W. ഇനി ഇതിനകത്ത് ഒരു അക്ഷരം പോലും എക്സ്ട്രായും ഇല്ല, ഒരക്ഷരം പോലും ഇവിടെയും എക്സ്ട്രാ ഇല്ല. അതായത് ഇതിനകത്തുള്ള എല്ലാ എലമെന്റ്സും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും വേറൊരു സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ഈക്വൽ സെറ്റ് എന്ന് പറയാം. അതായത് A and B ആർ ഈക്വൽ സെറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വേറെ എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. സെറ്റ് 1, 2, 5, 3, 6. ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. സെറ്റ് 2, 5, 3, 6, 1, 5. സോറി 8. അപ്പൊ ഇത്രയും നമ്മൾ എടുത്തു. ഇതിനകത്ത് നോക്കി 1ന് ഈക്വൽ ആയിട്ട് താഴെ ഒരു 1 ഉണ്ട്. 2, 5, 5, 3, 3, 6, 6. ഇവിടുത്തെ കംപ്ലീറ്റ് എലമെന്റ്സും നമ്മുടെ താഴെ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനില്ലാത്ത ഒരു എക്സ്ട്രാ ഒരു എലമെന്റ് ആയിട്ടുള്ള 8 ഇവിടെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു എക്സ്ട്രാ എലമെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഈക്വൽ സെറ്റ് അല്ല. അപ്പൊ ഈക്വൽ സെറ്റ് എന്താണെന്ന് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫോളോ വൂൾഫ്, അതായത് ABCD ഉണ്ടെങ്കിൽ ഇത് തിരിച്ചോ മറിച്ചോ എഴുതാം. വേറെ സെറ്റിനകത്ത് DCBA ഇങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇതിലെ എല്ലാ എലമെന്റ്സും ഉണ്ട് എങ്കിൽ, അഥവാ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ 2 സെറ്റും എന്താണ്, ഈക്വൽ സെറ്റ് ആയിട്ട് പറയാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് എംപ്റ്റി സെറ്റ് എന്താണെന്ന് നോക്കാം. എംപ്റ്റി സെറ്റ് പേര് തന്നെ ഉണ്ട്. എന്താണ്, സെറ്റിനകത്ത് ഒന്നും കാണത്തില്ല. നമുക്ക് ആദ്യം തന്നെ ഒരു സെറ്റ് എടുക്കാം. സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ്. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാണേ. സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് divisible by 2. എന്താ ഇതിന്റെ അർത്ഥം? 2 കൊണ്ട് ഡിവൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഓഡ് നമ്പറുകളുടെ സെറ്റ്, അല്ലെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒറ്റ സംഖ്യകളെ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഒറ്റ സംഖ്യ എഴുതാൻ പറ്റുമോ?
ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിനെ ഒന്നിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അഥവാ 2ന്റെ മൾട്ടിപ്പിൾസ് ഒന്നും ഒറ്റ സംഖ്യയല്ല, അതെല്ലാം എന്താണ്, ഇരട്ടസംഖ്യയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒറ്റ സംഖ്യകളുടെ സെറ്റ് എഴുതാൻ. അങ്ങനെ ഒരു സെറ്റ് നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു സെറ്റ് എഴുതാൻ പറ്റത്തില്ല. ആൻസർ എന്താ വരത്തുള്ളൂ, 0 എഴുതാൻ പറ്റുമോ, പറ്റത്തില്ല. 0 ഈവൻ നമ്പർ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എഴുതുന്ന സാധനമാണ് എന്ത്, 5. 5 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതിന് 0 എന്ന സെറ്റിൽ ഉപയോഗിക്കുന്നത് എന്താണ്, 5. ഇതിനെ വിളിക്കുന്നത് 5. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക, നമ്മൾ സാധാ നമ്പേഴ്സിൽ ഒന്നുമില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് 0 കൊണ്ടിട്ടാണ്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ 0 വെച്ചിട്ടല്ല സൂചിപ്പിക്കുന്നത്, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് 5. അപ്പൊ ഒന്നുമില്ലാത്ത സെറ്റാണ് 5. 5 എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണ്. 5 എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാണ്. അപ്പൊ 5 എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, എംപ്റ്റി സെറ്റ്. ഇനി വേറൊരു പേരൂടെ പറയും, നൾ സെറ്റ്. അപ്പൊ നമ്മൾ 4 തരത്തിലുള്ള സെറ്റ്സിനെ പറ്റി പഠിച്ചു. ഏതൊക്കെയായിരുന്നു, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, എംപ്റ്റി സെറ്റ്, പിന്നെ ഈക്വൽ സെറ്റ്. ഇനി ഞാൻ എക്സസൈസ് 1.3 കണക്കാണ്. അതിനകത്താണ് നമ്മൾ സബ്സെറ്റിനെ പറ്റി പഠിക്കുന്നത്. അപ്പൊ ഒരു സെറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു സെറ്റ് എഴുതുകയാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതുന്നു. സെറ്റ് 1 2 3 4 5. എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഞാൻ വേറൊരു സെറ്റ് എഴുതുന്നു, ബി 2 3 and 4. എയിലുള്ള എലമെന്റ്സിലെ കുറച്ച് എലമെന്റ്സ് നമ്മുടെ ഏത് സെറ്റിനകത്തുണ്ട്, ബിക്കകത്തുണ്ട്. പക്ഷെ എയിലില്ലാത്ത ഒരു എലമെന്റും ബിക്കകത്തില്ല. നോക്കി, 2 എക്കകത്തുണ്ട്, 3 എന്ന് പറയുന്ന എലമെന്റും എക്കകത്തുണ്ട്, 4 എന്ന് പറയുന്ന എലമെന്റും എക്കകത്തുണ്ട്. അപ്പൊ ബിയിലെ കംപ്ലീറ്റ് എലമെന്റ്സും എന്തുണ്ട്, എക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എയുടെ ഒരു കുഞ്ഞ് സെറ്റ് ആയിട്ട് വരും ഏതെന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ ഒരിക്കലും നമുക്ക്, അപ്പൊ ഇതിനെ എങ്ങനെ വിളിക്കും, നമുക്ക് ബി സബ്സെറ്റ് ഓഫ് എ. അപ്പൊ സബ്സെറ്റിന്റെ സിംബൽ ആണ് ദാണ്ട് ഇതുപോലെ സി പോലെ എഴുതുന്നത്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, സബ്സെറ്റ്. അപ്പൊ എയുടെ സബ്സെറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് ബി എ ആണ്. ബി എ സബ്സെറ്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബിക്ക് നമ്മുടെ സെറ്റിന്റെ ബ്രാക്കറ്റും വേണം 2 സൈഡിലും. അതേപോലെ തന്നെ എയിലെ എല്ലാ എലമെന്റ്സും എന്നല്ല, അതിലെ കുറച്ച് എലമെന്റ്സ് ബിയിൽ കാണണം. പക്ഷെ എയിൽ ഇല്ലാത്ത എലമെന്റ്സ് ഒന്നും ഇതിൽ കാണാനും പാടില്ല. ഇപ്പൊ സി എന്ന് പറഞ്ഞ ഞാൻ വേറൊരു സെറ്റ് എഴുതുകയാണ്, സി. അപ്പൊ സിക്കകത്ത് ഞാൻ നോക്കാം, 2 3 6. നോക്കുമ്പോ 2 ഇതിനകത്തുണ്ട്, 3 എക്കകത്തുണ്ട്, 6 എന്ന് പറയുന്ന എലമെന്റ് ഏതിനകത്തില്ല, എക്കകത്തില്ല. അപ്പൊ സി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് അല്ല. മനസ്സിലായോ? സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള കുറച്ച് എലമെന്റ്സ് എല്ലാം ഏതിലും കാണണം, ഇതിൽ കാണണം, ഇതിലില്ലാത്ത ഒന്നും കാണാനും പാടില്ല. അപ്പൊ ഇതെന്തല്ല, സി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആയിട്ട് വരത്തില്ല. അതേപോലെ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ 2 സെറ്റിന്റെ ബ്രാക്കറ്റ് വേണം. ഇനി ഇതിനകത്തെ 2 എന്ന് പറയുന്നത് ഏതിന്റെ എലമെന്റ് ആണ്, എയുടെ എലമെന്റ് ആണ്. 2 എന്ന് പറയുന്നത് സിയുടെ എലമെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. 2 എന്ന് പറയുന്നത് എയുടെ എലമെന്റ് ആണ്, 2 എന്ന് പറയുന്നത് സിയുടെ എലമെന്റ് ആണ്. പക്ഷെ സെറ്റ് 2 എന്ന് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സെറ്റ് 2 എയുടെ എലമെന്റ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ എന്തല്ല, ഇത് എലമെന്റ് അല്ല. എലമെന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ് ഇവിടെ കാണാൻ പാടില്ല. എലമെന്റ് എന്ന് പറഞ്ഞ ഇത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് വന്നാൽ ഈ ബ്രാക്കറ്റിന്റെ അർത്ഥം ഒന്നുകിൽ അത് സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് എന്തായിരിക്കണം, സബ്സെറ്റ് ആയിരിക്കണം. ഇതിനകത്ത് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എയുടെ എന്താകാൻ പറ്റും, സബ്സെറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരിക്കലും എന്തായിട്ട് എഴുതാൻ പറ്റത്തില്ല, എലമെന്റ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ 2 എന്ന് പറയുന്നതിനെ നമുക്ക് സെപ്പറേറ്റ് എലമെന്റ് എന്ന് എഴുതാം. പക്ഷെ 2ന് നമ്മൾ ഒരു സെറ്റിന്റെ ബ്രാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് എയുടെ എന്തായിട്ട് വരും, സബ്സെറ്റ് ആയിട്ട് വരും. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്തൊന്നും ഇല്ലാത്ത ഒരാളും സബ്സെറ്റിന്റെ കാറ്റഗറിയിൽ വരും. അതാണ് നമ്മുടെ 5. നമ്മൾ നേരത്തെ എഴുതിയില്ലേ എംപ്റ്റി സെറ്റ് എന്ന് അഥവാ നൾ സെറ്റ് എന്ന് വിളിക്കുന്ന 5 എല്ലാ സെറ്റിന്റെയും എന്താണ്, സബ്സെറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ എക്സസൈസ് 1.3 നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സബ്സെറ്റ് ആണോ,
സബ്സെറ്റ് അല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഇനി ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എഴുതി നോക്കാം. സെറ്റ് ബിൽഡർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് ഈസ് ആൻ ഈവൻ നമ്പർ ലെസ് ദാൻ 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു സെറ്റ് തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 20. അപ്പോ ഇത് എ എന്ന് പറയുന്നൊരു സെറ്റ്, ഇത് ബി എന്ന് പറയുന്നൊരു സെറ്റ്. ഇപ്പൊ എ എന്ന് പറയുന്നത് 10ൽ താഴെയുള്ള ഈവൻ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പോസിറ്റീവ് ഈവൻ നമ്പർ കേട്ടോ. ഈ ബി എന്ന് പറയുന്നത് 20ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ. അപ്പൊ ഈ നാച്ചുറൽ നമ്പറിനകത്ത് ആര് ഉൾപ്പെടുന്നുണ്ട്? ഈ ഈവൻ നമ്പേഴ്സ് വരത്തില്ലേ? കാരണം 10ൽ താഴെയുള്ള ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 2, 4, 6, 8 ആണ് അല്ലെ. ഇനി 20ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരും, 20 വരെ വരും. 0, 1, 2, 3 അങ്ങനെ എവിടെ വരെ വരാം? 20 വരെ വരും. ഇതിനകത്തില്ലേ ഇത്, അല്ലെങ്കിൽ 0, 2, 4, 6, 8 എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ആളല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് എഴുതാൻ പറ്റും. അപ്പൊ സബ്സെറ്റ് എന്ന് പറയുന്ന പോർഷൻ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അതേപോലെ തന്നെ എക്സസൈസ് 1.3 അറിയേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇന്റർവെൽ. ഇന്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ആരെന്ന് പറയുന്നത് എപ്പോഴും റിയൽ നമ്പർ ആണെന്ന് നോക്കുക, റിയൽ നമ്പേഴ്സ്. ഇനി പറഞ്ഞിട്ടുണ്ട് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനെ ഇന്റർവെൽ, നിങ്ങളോട് ഇപ്പൊ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 0, 1, 2, 3, 4 ഇവിടെ വരെയല്ലേ വരത്തുള്ളൂ. -2 ഇതിനകത്ത് വരത്തില്ല, 5 ഇതിനകത്ത് വരത്തില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇന്റർവെല്ലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ, അല്ലാതെ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനല്ല. അപ്പൊ ഇന്റർവെല്ലിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന്റെ ഇപ്പുറത്തും അപ്പുറത്തും ഉള്ള രണ്ട് നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യുക? കോമയിട്ട് എഴുതുക. കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ ഇതങ്ങ് കളയുവാണേ. എക്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള രണ്ട് നമ്പേഴ്സിനെ കോമയിട്ട് എഴുതുക. അതിനുശേഷം 2 ബ്രാക്കറ്റും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഇന്റർവെൽ ആക്കുക. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ തരാം. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ഇതിന്റെ റോസ്റ്റർ ഫോം നിങ്ങൾ എങ്ങനെ എഴുതുന്നേ? -2, -1, 0, 1, 2, 3, 4. ഇതിനകത്ത് ആര് ഉൾപ്പെട്ടിട്ടുണ്ട്? -2 വന്നിട്ടുണ്ട്. കാരണം നമ്മൾ എന്താ സിമ്പിൾ കൊടുത്തത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ നമ്മൾ സിമ്പിൾ കൊടുത്തത് ലെസ് ദാൻ മാത്രം, എന്ന് വെച്ചാൽ -2വിനേക്കാൾ കുറവുള്ളത് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോറി, എക്സ് എന്ന് പറയുന്നത് -2വിനേക്കാൾ കൂടിയിരിക്കണം. ഇതിനകത്ത് -2 ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? -2 എഴുതി, കോമ ഇട്ടു, 5 എഴുതി, ബാക്കി എല്ലാം സെയിം ആണ്. പക്ഷെ എന്ത് പറ്റി? നമ്മുടെ ബ്രാക്കറ്റ് ഇവിടെ നമ്മുടെ സാധാ ബ്രാക്കറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ നമ്മൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യും. മറ്റേടത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് സാധാ ബ്രാക്കറ്റ് ഇടും. പിടികിട്ടിയോ? ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ എക്സ് ലെസ് ദാൻ അങ്ങനെയാണ് നമ്പർ പോകുന്നതെങ്കിൽ നമ്മൾ സാധാ ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യും. അതായത് എപ്പോഴും ഒരു ഈക്വൽ സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റും, സാധാ ഈക്വൽ ഇല്ലാതെ വരുന്ന ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സാധാ ബ്രാക്കറ്റുമാണ്. ഈ ബ്രാക്കറ്റിനെ അല്ലെങ്കിൽ ഈ ഇന്റർവെല്ലിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ഇന്റർവെൽ. രണ്ടാമത് സ്ക്വയർ ബ്രാക്കറ്റ് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് ഇന്റർവെൽ. എന്തുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടും സാധാ ബ്രാക്കറ്റ് ആയിരിക്കും. ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാല് സാധാ ബ്രാക്കറ്റ് ആയിരിക്കും. ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റും ആയിരിക്കും. അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഒരേ ക്വസ്റ്റ്യൻ, നമ്മൾ മുമ്പേ എഴുതിയ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. സെറ്റ് ഓഫ് ഓൾ
എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ പിന്നെ പറഞ്ഞത് എന്താ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. ഇതാണ് നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് 2 ബ്രാക്കറ്റും വരുന്നുണ്ട്. -2, 5 ഇത് ഓപ്പൺ ബ്രാക്കറ്റും ഇവിടെ ക്ലോസ് ബ്രാക്കറ്റും ആണ് വരുന്നത്. കാരണം അപ്പൊ ഇതെങ്ങനെ പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -2 ഓപ്പൺ ഇന്റർവൽ 5 ഇങ്ങനെയാണ് ഇത് വായിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി വേറെ വരാം -2, 5 ഇതാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ -2 ക്ലോസ്ഡ് ഇന്റർവൽ 5. രണ്ടും ഓപ്പൺ ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ അല്ല ഓപ്പൺ ഇന്റർവൽ -2 ഓപ്പൺ ഇന്റർവൽ 5 എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഇന്ന് 5 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നാമത് ഫൈനൈറ്റ് സെറ്റ്, രണ്ടാമത് ഇൻഫൈനൈറ്റ് സെറ്റ്, പിന്നെ എംപ്റ്റി സെറ്റ്, ഈക്വൽ സെറ്റ്, അത് കഴിഞ്ഞിട്ട് സബ്സെറ്റ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്റർവൽ എന്താണെന്നും പഠിച്ചു. ഇനി എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഡൗട്ട്സ് അങ്ങനെ ചെറിയ ചെറിയ ഡൗട്ട്സ് മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഞാൻ കമന്റ് കാണുന്നതിനനുസരിച്ച് ഞാൻ എന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇനി എന്റെ അടുത്ത വീഡിയോ ഒരു ദിവസം ഇടവിട്ടിട്ടാണല്ലോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത ക്ലാസ് മറ്റന്നാൾ കാണാം. അപ്പൊ അതുവരെ ബൈ. അപ്പൊ പുതിയ പുതിയ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് പൈസ ചെലവില്ലാതെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് ഇവിടെ നിന്ന് ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ തരുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബിന് അടുത്തുള്ള ബെല്ലൈക്കൺ അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ എപ്പോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ അത് ബെല്ലൈക്കൺ ഞെക്കിയിട്ട് അതിൽ ഓൾ എന്നുള്ളത് ഇവിടെ പ്രസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.